ഹലോ കൂട്ടുകാരെ, മാലയോഗത്തിൻ്റെ 49-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. മിഴി തുറക്കാൻ വയ്യാതെ അവൻ നെറ്റി ചുളിച്ചു. അറിയാത്ത പണിക്ക് നിൽക്കണമായിരുന്നോ വിക്കി? ടോണി വിക്കി ചാരിക്കിടക്കുന്ന കസേരയിലേക്കൊന്ന് എത്തി നോക്കി. കല്യാണ ദിവസം എൻ്റെ താലി ഏറ്റുവാങ്ങാൻ ശിവാംഗി അമ്പലത്തിലെത്തിയില്ല. രംഗം വഷളാകുമെന്ന് കരുതി എൻ്റെ അമ്മ ആൾക്കൂട്ടത്തിൽ നിന്നിരുന്ന ഞങ്ങളുടെ തിയേറ്ററിലെ സ്റ്റാഫ് ഉണ്ണിമായെ എന്നെക്കൊണ്ട് താലി കെട്ടിച്ചു. അന്ന് തൊട്ട് സംഭവിച്ചതൊക്കെയും പറഞ്ഞു തീർന്നപ്പോഴേക്കും വിഘ്നേഷ് ആ മദ്യക്കുപ്പിയിൽ നിന്നും 2 ഗ്ലാസ് മദ്യം കൂടി കഴിച്ചിരുന്നു. അപ്പോൾ ഒളിച്ചോട്ടം, നല്ല അസൽ ഒളിച്ചോട്ടം. കെട്ടിയോളെ പേടിച്ച് ഇങ്ങോട്ട് ഓടി വന്നതാണ്. കയ്യിലെ കത്തിത്തീർന്ന സിഗരറ്റ് ജനൽ വഴി പുറത്തേക്കെറിഞ്ഞുകൊണ്ട് ടോണി മദ്യക്കുപ്പി അങ്ങനെ എടുത്തു വായിലേക്ക് ഒഴിച്ചു. എടാ, എൻ്റെ അമ്മയുടെ അവിവേകം കൊണ്ട് ഞാൻ താലി കെട്ടിപ്പോയൊരു പെണ്ണ്, അല്ലാതെ അവൾ എൻ്റെ കെട്ടിയോളൊന്നുമല്ല. വിഘ്നേഷ് നീരസത്തോടെ മുഖം തിരിച്ചു. എടാ മരത്തലയാ, അതിന് തന്നെയാടാ കെട്ടിയവൾ എന്ന് പറയുന്നത്, അല്ലാതെ കെട്ടി 10 പെറ്റാലേ കെട്ടിയവളാകൂ എന്നൊന്നുമില്ല. നീ ആ പെണ്ണിൻ്റെ കഴുത്തിൽ കെട്ടിയത് താലി തന്നെയല്ലേ, അല്ലാതെ കൊലക്കയറൊന്നുമല്ലല്ലോ. ഇവനൊക്കെ ഇത് എവിടെന്ന്? ടോണി മേശപ്പുറത്ത് കയറി കാലുമേ കാല് കയറ്റി വെച്ചു ഒരു കാല് വിറപ്പിക്കാൻ തുടങ്ങി. ആ താലി ഞാൻ ശിവാംഗിക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു. വിഘ്നേഷിന് അവൻ്റെ മട്ടും ഭാവവും കണ്ട് ദേഷ്യം വന്നു. എന്നിട്ട് ആ മുതലെന്തിയെ? നിന്നെ കെട്ടിക്കഴിയുന്നതിനേക്കാൾ ഉത്തമം അമേരിക്കയിലെ മോഡലാവുന്നതാണെന്ന് മനസ്സിലാക്കി സ്വന്തം ഭാവി നോക്കി പോയി അല്ലേ? നീയാണെങ്കിലോ എന്തോ പോയ അണ്ണാനെ പോലെയുമായി. കണ്ണിൽ കൈവച്ച് പൊത്തി ടോണി ഉറക്കെ ചിരിച്ച് എന്നിട്ട് ഭിത്തിയിൽ ചലചായിച്ചു വിഘ്നേഷിനെ തന്നെ നോക്കി ഇളിച്ചു കാണിച്ചു. ദേ ടോണി, കുണച്ച വർത്താനം പറയാതെ നിനക്ക് പറ്റുമെങ്കിൽ എനിക്ക് ഇവിടെ ഒരു വീട് ശരിയാക്കിത്താ. മേശയിൽ ആഞ്ഞടിച്ചു വിഘ്നേഷ് കസേര പിറകിലേക്ക് ചവിട്ടി തെറിപ്പിച്ച് എഴുന്നേറ്റു. എടാ നീ ചൂടാവല്ലേ, എല്ലാത്തിനും നമുക്ക് പരിഹാരമുണ്ട്. വീടും ഞാൻ തരപ്പെടുത്തി തരാം, പക്ഷേ എൻ്റെ ഒരു ചോദ്യത്തിന് പെട്ടൊരു മറുപടി തരണം. ചാടി എഴുന്നേറ്റവനെ സമാധാനിപ്പിച്ചു അവൻ്റെ കൈ പിടിച്ചു ടോണി വിഘ്നേഷിനെ കസേരയിൽ ഇരുത്തി. അമർഷം ഒന്ന് അടങ്ങി വിഘ്നേഷ് അവനെ നോക്കി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. എത്ര നാൾ താൻ ഈ നാട്ടും പുറത്ത് വീട് എടുത്ത് ഒളിച്ചു താമസിക്കും? തൻ്റെ ജോലി തന്നെ ആശ്രയിച്ച് ജീവിച്ചു പോകുന്ന ആളുകളുടെ കാര്യങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കി എത്ര കാലം ഇവിടെ നിൽക്കും? ജീവിതാവസാനം വരെയോ? വിഘ്നേഷിൻ്റെ കസേരയുടെ പിടിയിൽ കൈ അമർത്തി ഊന്നി നിൽക്കുന്ന ആ അച്ചായൻ്റെ മിഴികൾ ഉയർത്തി അവൻ വിഘ്നേഷിനെ നോക്കി. ഉത്തരം കിട്ടാതെ അവൻ ഉമിനീരിറക്കി. സത്യത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ടതിൻ്റെ കാരണത്തിൻ്റെ അറ്റമോ വരും വരായികളോ ഒന്നും തന്നെ വിഘ്നേഷ് ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ഉണ്ണിമായെ തൻ്റെ ജീവിതത്തിൽ നിന്നും പാടെ ഒഴിവാക്കി ജീവിതം പഴയ രീതിയിലാവുമെന്ന പ്രതീക്ഷ ഇപ്പോഴും ഉള്ളിലുണ്ട്. എല്ലാത്തിനും ഒരു അന്ത്യം കുറിച്ച് അമ്മയെയും കൊണ്ട് മദ്രാസിൽ സെറ്റിലാവണം. ആ നാട്ടിൽ നിൽക്കും കാലം അത്രയും മനസ്സിൽ നോവായി എന്നും ശിവാംഗി ഉണ്ടാകും. അവനെ ഒരിറ്റുപോലും മനസ്സിലാക്കാത്തവളെ കുറിച്ചോർത്ത് നോവുന്ന ഹൃദയത്തോടും മനസ്സിനോടും വിഘ്നേഷിന് അറപ്പ് തോന്നി. വിഘ്നേഷ് ജനലഴികൾ നെറ്റിമുട്ടിച്ചു നിൽക്കുന്നേരം വയറ്റിലെന്തോ ദഹിക്കാതെ കിടക്കും പോലെ തോന്നിയതും അവൻ വയറിൽ അമർത്തി പിടിച്ച് തൊട്ടരികിലെ കട്ടിലിരുന്നു ആരെയോ പിടിച്ചുകൊണ്ടിരിക്കുന്ന ടോണിയെ ശ്രദ്ധിക്കാതെ വാഷ്റൂമിലേക്ക് ഓടി. വയറിൽ നിന്ന് തിളച്ചുമറിഞ്ഞു വന്നതും വലിയൊരു ശബ്ദത്തോടെ വിഘ്നേഷ് ആ ക്ലോസറ്റിലേക്ക് കുഞ്ഞു നിന്ന് ഛർദ്ദിച്ചു. എല്ലാം കഴിഞ്ഞ് മുഖം ടവലിൽ തുടച്ചു കൊണ്ടുവരുന്ന വിഘ്നേഷിനെ ടോണി തലകുലുക്കി അടിമുടിയൊന്ന് നോക്കി. ചെറിയ ചമ്മൽ ഉള്ളിലുണ്ടെങ്കിലും അവനത് മുഖത്ത് കാണിച്ചില്ല. പുകവലി പുതിയ ശീലമായി തുടങ്ങുന്നില്ല, പക്ഷേ വെള്ളമടിയാകാം. ഇത് തന്നെയാണ് നിന്റെ മൊത്തം പ്രശ്നവും. ടോണിയുടെ കളിയാക്കലുകൾ കേട്ട ഭാവമില്ലാതെ അവൻ ടവൽ അയയിലിട്ടു. ഇനിയും നുരഞ്ഞു പൊങ്ങി പുറത്തു വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്കൊന്ന് പുറത്തു പോകാം. ടോണി പറഞ്ഞതും അവൻ ആ മുറി വിട്ടിറങ്ങി. കുറച്ചു നേരം കൂടെ വിഘ്നേഷ് ആ ഭിത്തിയിൽ തലവെച്ച് അങ്ങനെ നിന്നു. ടോണിയുടെ അമ്മയുടെ കയ്യിൽ നിന്നും കടുപ്പത്തിലുള്ള കാപ്പി കുടിച്ച് ടോണിയുടെ കൂടെ വിഘ്നേഷ് നടക്കാനിറങ്ങി. സമയം വൈകുന്നേരമായി തുടങ്ങിയിട്ടുണ്ട്.
അങ്ങറ്റം വരെ ടോണിയുടെ പപ്പയുടെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് ചുറ്റുമൊന്നും വീടുകളില്ല. ചെറു ഇടവഴികളുടെ ഇരുഭാഗത്തും വളർന്നു നിൽക്കുന്ന പുല്ലിൽ വിരിഞ്ഞ കുഞ്ഞു പൂക്കൾ നോക്കിക്കൊണ്ട് വിഘ്നേഷ് ടോണിക്ക് പിറകിൽ അങ്ങനെ നടന്നു. കുറച്ചുകൂടെ നടന്നതും ഇഷ്ടിക വെച്ച് മതിൽ കെട്ടി അതിർത്തി തിരിച്ചിരിക്കുന്നത് കണ്ടു. മതിലിൻ്റെ നടുക്കെയുള്ള ചെറു ഇരുമ്പ് ഗേറ്റ് തുറന്നു ടോണി പോയതും ലക്ഷ്യമില്ലാതെ അവനും നടന്നു. ചുറ്റും പുല്ലിൽ മൂടിയും അല്ലാതെയും കിടക്കുന്ന കുറേ ശവകല്ലറകൾ ശ്രദ്ധയിൽപ്പെട്ടതും സെമിത്തേരിയാണെന്ന് വിഘ്നേഷിന് മനസ്സിലായി. കുറച്ചകലെയായി വലിയൊരു പള്ളിയും അപ്പോഴാണ് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നീ ഇവിടെ നിൽക്ക്, ഞാൻ എൻ്റെ കെട്ടിയോളോട് കുറച്ച് സ്വകാര്യം പറഞ്ഞിട്ട് വരാം. ഇന്ന് പറയാൻ നിൻ്റെ ജീവിതവും ഉണ്ടല്ലോ. ചുറ്റും വീക്ഷിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി അന്താളിച്ച് നിൽക്കുന്നവനോടായി ടോണി പറഞ്ഞു. വിഘ്നേഷ് എന്തെങ്കിലും ചോദിക്കും മുമ്പേ ടോണി ഒരു കല്ലറക്ക് മുമ്പിൽ പോയി നിന്നു. വഴിയിൽ നിന്നും അവൻ പറിച്ചെടുത്ത ഒരു ചുവന്ന റോസാപ്പൂവ് കല്ലറയുടെ നടുവിൽ വെച്ച് 2 കൈയും നെഞ്ചോട് കെട്ടിയും അതയച്ചും എന്തൊക്കെയോ പറയുന്ന ടോണിയെ ഇപ്പോൾ വിഘ്നേഷിന് കാണാം. ടോണിയുടെ മുഖത്ത് ഇടയ്ക്ക് ചിരിയും ദുഃഖവും മാറി മറിയുന്നുണ്ട്. കുറച്ചു നേരം കൂടെ ആ കാഴ്ചകൾ നോക്കി മീൻ നിറച്ചു വിഘ്നേഷ് നടന്നു വന്നു റോഡരികിലുള്ള ചെറിയ പാറക്കല്ലിൽ ഇരുന്നു. ചിഞ്ഞോ, ഞാൻ അച്ഛനെ ഒന്ന് കണ്ടേച്ചു വന്നു, പിറകിൽ കൈവച്ച് ടോണി പറഞ്ഞതും ഒരു ചെറു പുഞ്ചിരിയോടെ അവൻ പാറക്കല്ലിൽ നിന്ന് എഴുന്നേറ്റു പാൻറ്റിൻ്റെ പിറകിലായ പൊടി തട്ടി. അല്ല, നീ കാത്തിരിക്കണം, കാത്തിരിപ്പിൻ്റെ വേദന നീയും അറിയുന്നത് നല്ലതാ. ടോണി വീണ്ടും തന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കൽ തുടരുകയാണെന്ന് മനസ്സിലായെങ്കിലും വേറെ ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് അവൻ മുന്നേ നടന്നു പോയ ടോണിക്ക് പിറകിൽ നടന്നു. എന്നാ കാത്തിരിപ്പിൻ്റെ നൊമ്പരം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അവളെ കാണാൻ എത്ര തിരക്കാണെങ്കിലും നിത്യവും ഞാനിവിടെ വരും. എന്നെ കണ്ടില്ലെങ്കിൽ അവൾ വിഷമിക്കും. കാണാതിരിക്കുമ്പോൾ ഉള്ളു നീറുന്ന വേദനയുണ്ടാകും. അതാടോ സ്നേഹം. പറയുമ്പോൾ ടോണിയുടെ കണ്ഠമിടറി. ടോണിയുടെ വൈഫിനെ എന്തു പറ്റിയതാ? ചോദിക്കേണ്ട എന്ന് മനസ്സ് പല പ്രാവശ്യം വാണിംഗം കൊടുത്തെങ്കിലും അറിയാനുള്ള ഉത്കണ്ഠ കൊണ്ട് വിഘ്നേഷ് അറിയാതെ ചോദിച്ചു പോയി. വാ, അവിടെ നിന്ന് നല്ല പാൽ ചായയും പരിപ്പ് വടയും കിട്ടും, നമുക്കത് ഓരോന്ന് തട്ടാം. വിഘ്നേഷിൻ്റെ ചോദ്യത്തിന് അവൻ മറുപടി നൽകിയത് ഓല കൊണ്ട് മേഞ്ഞ ഉണ്ടാക്കി ഒരു ചായക്കട ചൂണ്ടിക്കാണിച്ചായിരുന്നു. അതോടെ ചോദിച്ചു പോയ അബദ്ധമോർത്ത് വിഘ്നേഷിന് മണ്ടയും മീശയും ഒഴിഞ്ഞു. ഞാൻ ചോദിച്ചത് ടോണിക്ക് വിഷമായോ? സോറി, നീ അത് വിട്ടേക്ക്. വിഘ്നേഷ് മനസ്സൊന്ന് തണുക്കാൻ ടോണിയുടെ കയ്യിൽ പിടിച്ചു. ഞാനും കെട്ടിയോളും ടിനുമോളും കൂടി കൊൽക്കത്തൊന്ന് കറങ്ങാൻ പോയതായിരുന്നു. തിരികെ വരുമ്പോൾ ട്രെയിൻ പാളം തെറ്റി മറിഞ്ഞു. അവൾ ആ സ്പോട്ടിൽ തന്നെ പോയി. ടിനുമോളുടെ കാലും ഒടിഞ്ഞു. എൻ്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയായിരിക്കാം കർത്താവ് എന്നെ ഒരു പോറൽ പോലെ ഏൽപ്പിക്കാതെ വെറുതെ വിട്ടു. ചായക്കടയുടെ മുൻപിലിട്ട ബെഞ്ചിലിരുന്ന് ടോണി അവൻ്റെ ആ ദുരന്ത ദിവസത്തെക്കുറിച്ച് ഓർത്ത് പറയുമ്പോൾ വിഘ്നേഷ് ആ കാഴ്ചകൾ അത്രയും മനസ്സിൽ കണ്ടു. മുൻപേ ഓർഡർ ചെയ്ത 2 പാൽ ചായയും പരിപ്പ് വടയും ചായക്കടക്കാരൻ ബെഞ്ചിൽ അവർക്കരികിൽ ശബ്ദത്തോടെ കൊടുന്നു വെക്കുമ്പോൾ ടോണി മൗനമായിരുന്നു. അവനെ തന്നെ നോക്കി വിഘ്നേഷും. ഇന്നും അവളുടെ കല്ലറക്കരികിൽ വന്ന് നിൽക്കുമ്പോൾ അവളൊന്ന് എഴുന്നേറ്റ് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കാറുണ്ട്. അവളൊന്ന് വന്നാൽ പിന്നെ ഈ ടോണി അവളെ എങ്ങും വിടത്തില്ല. വാരി പുണർന്ന് ഈ നെഞ്ചിൻ്റെ ചൂടിൽ കിടത്തും ടോണി ഒരു മരണത്തിനും വിട്ടുകൊടുക്കാതെ. ഭാര്യയോടുള്ള അടങ്ങാത്ത തൃഷ്ണ അവൻ്റെ കണ്ണിൽ തിളങ്ങി നിന്നു. അവളോടൊപ്പം ജീവിച്ച് കൊതി തീർന്നില്ലടാ. കർത്താവ് ഒരു വാക്കും മിണ്ടാതെ അവളെ എന്നിൽ നിന്നും എന്നേക്കുമായി പറിച്ചെടുത്ത് കൊണ്ടുപോയി. നനഞ്ഞ മിഴികൾ 2 വിരൽ കൊണ്ട് തുടക്കുന്ന ടോണിയെ വിഘ്നേഷ് വേദനയോടെ നോക്കി. ഏതൊരു മനുഷ്യനെയും തളർത്തുന്നത് നഷ്ടങ്ങളാണ്, ഏറ്റവും പ്രിയപ്പെട്ടവരുടെ നഷ്ടം. തൻ്റെ അരികിലിരിക്കുന്ന ആ വലിയ ശരീരത്തിനുള്ളിലെ ചെറു ഹൃദയം വിങ്ങിക്കരയുന്നത് വിഘ്നേഷിന് കാണാമായിരുന്നു. അലക്കിക്കൊണ്ടുവച്ച സുബ്ബലക്ഷ്മിയുടെ സാരികളും ബ്ലൗസും തേച്ചു മടക്കി കയ്യിൽ വെച്ച് ഉണ്ണിമായ സുബ്ബലക്ഷ്മിയുടെ മുറിയുടെ വാതിൽക്കൽ എത്തി. വാതിലിൽ തട്ടി വിളിച്ച് അകത്ത് കയറാൻ അവൾക്ക് എന്നും ഒരു ഭയമാണ്. എപ്പോൾ വേണമെങ്കിലും എൻ്റെ ഉണ്ണിക്ക് ഈ മുറിയിൽ കയറി വരാമെന്ന് സുബ്ബലക്ഷ്മി പലവട്ടം അവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ മുറിക്ക് മുന്നിൽ എത്തുമ്പോൾ അവൾക്കുള്ളിൽ വല്ലാത്ത ഭീതി നിറയും. പതിയെ ഡോർ തള്ളി തുറന്ന് ശബ്ദമുണ്ടാക്കാതെ മുറിയിൽ കയറിയപ്പോൾ കണ്ടു വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടന്നുറങ്ങുന്ന സുബ്ബലക്ഷ്മിയെ. ഉണ്ണി അമ്മയുടെ അടുത്തേക്കൊന്നു വാ.
അവൾ അലമാരയിൽ വസ്ത്രങ്ങൾ അടുക്കി വെച്ചു. പിന്തിരിഞ്ഞു നടക്കുമ്പോൾ സുബ്ബലക്ഷ്മിയുടെ വിളി കേട്ട് തിരിഞ്ഞു നോക്കി. അമ്മയ്ക്ക് കഴിക്കാൻ ഞാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഉണ്ണിമായ സുബ്ബലക്ഷ്മിയുടെ അടുത്ത് വന്നു നിന്നു. എനിക്കൊന്നും വേണ്ട, വിശപ്പില്ല, വല്ലാത്തൊരു അസ്വസ്ഥത. എന്തുപറ്റി അമ്മ? ഹോസ്പിറ്റലിൽ പോകണോ? ആദ്യോടെ അവൾ തിരക്കി. എൻ്റെ വയ്യായിക നിന്നെ ഓർത്താണ്. ഉണ്ണിക്ക് അമ്മയോട് ദേഷ്യമുണ്ടോ? അവർ ആയാസപ്പെട്ട് എഴുന്നേറ്റ് കട്ടിലിൽ ഇരുന്നു. കൂടെ ഉണ്ണിമായയെയും അവർക്കരികിൽ ഇരുത്തി. സുബ്ബലക്ഷ്മിയുടെ ചോദ്യം മനസ്സിലാകാതെ അവൾ അവരെ നോക്കിയിരുന്നു. ഒരു അർത്ഥവുമില്ലാത്ത ഈ ജീവിതം ഉണ്ണിയുടെ തലയിൽ കൊണ്ടിട്ടത് ഞാനല്ലേ? എനിക്കറിയാം വിക്കിയും നീയും എങ്ങനെയാ ജീവിക്കുന്നതെന്ന്. ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഭാര്യ ഭർത്താക്കന്മാരായി നിങ്ങൾ ജീവിച്ചിട്ടില്ലെങ്കിൽ ഇനിയും ഈ ബന്ധം മുന്നോട്ട് പോകുന്നതിൽ ഒരു പ്രതീക്ഷയും വേണ്ട. അവൻ മോളെ സ്നേഹിച്ചു തുടങ്ങുമെന്ന് ഞാൻ വെറുതെ ആശിച്ചു. അതിന് അവൻ ആഗ്രഹിച്ചാലും അവൻ്റെ മനസ്സ് അതിനനുവദിക്കില്ല. ആ ഭയം കൊണ്ടാണ് അവൻ ഈ വീട് വിട്ടിറങ്ങിപ്പോയത്. ഇങ്ങനെ ഇവിടെ ജീവിച്ച് ഉണ്ണിയുടെ മനസ്സ് മടുത്തെങ്കിൽ പോയിക്കോളൂ. അവൻ ഇനി എന്ന് തിരിച്ചു വരുമെന്നറിയില്ല. വന്നാൽ ഞാൻ നിന്നെ പറഞ്ഞു വിട്ടെന്ന് അവനോട് പറഞ്ഞോളാം. അവരുടെ നിറഞ്ഞൊഴുകുന്ന മിഴികൾ കണ്ണട മാറ്റി സാരി തലപ്പ് കൊണ്ട് തുടച്ചു. കണ്ണട അതേപടി വെച്ചു. ഉണ്ണിമായ അലിവോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. വാർദ്ധക്യം ചുക്കിച്ചുളിച്ച തൊലികൾക്കിടയിൽ തെളിഞ്ഞു നിൽക്കുന്ന വിഴികൾ. ജീവിത സമ്മർദ്ദത്താൽ ഇരുമൂടിയ ആ ഹൃദയത്തിനെ തഴുകി തലോടി അവിടെ രത്നം പോൽ തിളക്കമുണ്ടെന്ന് കണ്ടെത്തിയവൾ ഉണ്ണിമായ. ഞാൻ പോയാൽ ഈ അമ്മ തനിച്ചാവില്ലേ? എന്തോ ഓർത്ത പോലെ ഉണ്ണിമായ തിരക്കി. ആവട്ടെ, സ്വന്തം മക്കൾക്കില്ലാത്ത ആദ്യം ഉണ്ണിക്കും വേണ്ട. സുബ്ബലക്ഷ്മിയുടെ വാക്കുകളിൽ പരിഭവം നിറഞ്ഞിരുന്നു. തനിച്ചിട്ട് പോയാൽ സാറിനോട് ഞാൻ കൊടുത്ത വാക്ക് തെറ്റിപ്പോകില്ലേ? എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. ഈ ജീവിതം ഇങ്ങനെ തീർന്നാലും ഉണ്ണിമായ ഭാഗ്യവതിയല്ലേ? ഇതുപോലെ അമ്മയെ കിട്ടിയില്ലേ? സാറിനെ പോലെ ഒരാളുടെ ഭാര്യയായിരിക്കാനോ അമ്മയെപ്പോലെ ഒരു അമ്മയുടെ മരുമോളായിരിക്കാനോ എനിക്ക് അർഹതയില്ല. ഒരു പക്ഷേ ഞാനിവിടുന്ന് പോയാലും അമ്മ ഒരിക്കലും തനിച്ചാവരുത്. വിക്കി സാറിനെ ഇഷ്ടപ്പെടുന്ന, സാറിനെ മനസ്സിലാക്കുന്ന ഒരു നല്ല പെൺകുട്ടിയെ അമ്മ കണ്ടെത്തി കൊടുക്കണം. അവളുടെ വാക്കുകളിൽ ഒട്ടും പതർച്ചയില്ലാതെ പറയുന്നത് കേട്ട് അതിശയത്തോടെ സുബ്ബലക്ഷ്മി ഇരുന്നു. ഈ ജീവിതം ഇനി അധിക നാൾ തുടരില്ല എന്ന് താൻ മനസ്സിലാക്കിയതുപോലെ അവളും മനസ്സിലാക്കിയിരിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ അതുതന്നെയാണ് നല്ലതെന്ന് സുബ്ബലക്ഷ്മി ഓർത്തു. അവൻ വിളിച്ചോ? സുബ്ബലക്ഷ്മി തിരക്കിയതും അവൾ ഇല്ലെന്ന് തലയാട്ടി. പ്രതിസന്ധികൾ വരുമ്പോൾ ഇങ്ങനെ ഒളിച്ചോടിയാൽ ജോലിയും ബാങ്കിലെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാകില്ലേ? ഇത്രയും ഉത്തരവാദിത്തമില്ലാത്തവനായി അവൻ മാറിപ്പോയല്ലോ. എല്ലാം പെണ്ണിനു വേണ്ടി. ഈർഷ്യയോടെ പറഞ്ഞുകൊണ്ട് അവർ ഹാളിലേക്ക് നടന്നു. അമ്മ കഴിക്കാൻ വരുവാണെന്ന് മനസ്സിലാക്കിയതും ഉണ്ണിമായ ധൃതിപ്പെട്ട് അടുക്കളയിലേക്ക് നടന്നു. ലാൻഡ് ഫോൺ റിങ് അടിക്കുന്ന ശബ്ദം കേട്ടതും ഉണ്ണിമായ സുബ്ബലക്ഷ്മിയെ തിരിഞ്ഞു നോക്കി. എടുത്ത് ആരാണെന്ന് ചോദിക്ക്. ഇതും പറഞ്ഞ് അവർ കൈ കഴുകാൻ പോയി. റിങ് അവസാനിക്കും മുമ്പേ അവൾ പോയി ഫോണെടുത്തു. ഒരു വേള മിഴികളുടെ നോട്ടം കോളർ ഐ ഡിയിലേക്ക് പോയതും ആ നമ്പർ കണ്ട് അവളുടെ നെഞ്ചിടിപ്പേറി. റിസീവർ ചെവിയിൽ വെച്ച് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ പതിയെ കാല് വെച്ചു വാഷിംഗ് ബേസിൻ്റെ അരികിലേക്ക് നടക്കുന്ന സുബ്ബലക്ഷ്മിയെ നോക്കി. അമ്മ എവിടെ? മറുപുറം നിശബ്ദമാണെന്ന് അറിഞ്ഞതും അത് ഉണ്ണിമായാണെന്ന് മനസ്സിലായതും അവൻ ഉച്ചത്തിൽ തിരക്കി. ഇനി എന്തൊക്കെയാണ് വിഘ്നേഷ് പറയാൻ പോകുന്നത്? സുബ്ബലക്ഷ്മി എന്താണ് പറയുന്നത് ഒക്കെ കേൾക്കാം. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കണേ. താങ്ക് യു.